ഇന്ന് രാവിലെ ഒരു അരമണിക്കൂർ നേരം ഞാൻ റോഡ് അരികിൽ ഒരാളെ കാത്തു നിന്നു. കാരണം ഞങ്ങളുടെ ഹൗസിംഗ് കോളനിയിൽ ഒരു സിക്കുകാരുണ്ട്. അദ്ദേഹം നേവൽ ബേസിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി ഏതാണ്ട് 8 മണി കഴിയുമ്പോഴാണ് പോകുന്നത്. ഏകദേശം സമയം എനിക്കറിയില്ല. ഏതാണ്ട് 8 മണി കഴിയുമ്പോൾ പോകുമെന്ന് ഞാൻ കാത്തു നിന്നു. കാരണം അദ്ദേഹത്തിൻ്റെ തലയിൽ ടർബൻ തലയെക്കെട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു. കാരണം നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ ഒരു മരയൂള, ഞാൻ അങ്ങനെ പറയുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ അങ്ങനെ അല്ലാണ്ട് പറയാൻ പറ്റില്ല. ഞാൻ വേദനയോടെയാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അദ്ദേഹം അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ സിക്കുകാരോട് പറയാണ്, ഇന്ത്യയിലെ സിക്കുകാർക്ക് തലപ്പാവ് കെട്ടാൻ അധികാരമില്ല, അവർക്ക് കയ്യിൽ കാട എന്ന് പറയുന്ന വളയിടാൻ അധികാരമില്ല, ഗുരുദ്വാരകളിൽ പോകാൻ അധികാരമില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്നൊരു ചിത്രം ഓർത്തു. ഈ സിഖ് നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുന്നു. അപ്പോൾ അവരുടെ അരയിൽ കൃപാൺ എന്ന് പറഞ്ഞ വാളുണ്ട്. പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് കൃപാൺ ധരിച്ചുകൊണ്ട് സിഖുകാർ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ഹൗസിംഗ് കോളനിയിലെ സിഖുകാരനെ, പട്ടാളത്തിലെ നേവൽ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ തലപ്പാവുണ്ട്. ഇങ്ങനെ പച്ചക്കള്ളം വിദേശത്ത് പോയി നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം നേരിട്ടറിയാവുന്ന കാര്യത്തിൽ പോലും കള്ളം പറയുന്ന ഒരാളെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് ആദരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന് ഗുണമുണ്ടായി. അതായത് ഖലിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പിക്കുന്ന പന്വൻ അടക്കമുള്ളവർ, സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് മറ്റും പറയുന്ന ഒരു സംഘടന, ഖാലിസ്ഥാൻ എന്നുള്ള രാജ്യം വേണം എന്ന് പറയുന്ന അവരെയും രാഹുൽ ഗാന്ധി കണ്ടു. അവർ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ് കേട്ടില്ലേ, ഇന്ത്യയിൽ സിഖുകാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ട് ഖാലിസ്ഥാൻ വേണമെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ പ്രതിപക്ഷം പലപ്പോഴും ഈ ഭരണപക്ഷത്തോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതൊരു പോളിസിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനോടുള്ള വിരോധം, ഭരണകക്ഷിയോടുള്ള വിരോധമൊക്കെ കാണിക്കാനായിട്ട് രാജ്യത്തോടുള്ള വിരോധമായിട്ട് പച്ചക്കള്ളം പറയുക. അമേരിക്കയിൽ പോയിട്ട് സിഖ് ഒരു വലിയ കമ്മ്യൂണിറ്റി നമ്മുടെ പട്ടാളത്തിലെ സിഖുകാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ക്രോസ് ചെക്ക് ചെയ്തത്. പഞ്ചാബിലെ പോലീസുകാർ ടർബൻ വെച്ചാണ് നടക്കുന്നത്. നമ്മളൊക്കെ ടൂ വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വേണം അല്ലേ? സിഖുകാരന് വേണ്ട. സിഖുകാർക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ കൃപാൺ കൊണ്ടുപോവാ. അത് വാളാണല്ലോ കൃപാൺ. അതെ അതെ, കത്തി നല്ല. നമുക്കൊരു പേനക്കത്തി പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് നെയിൽ കട്ടർ കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് ഫ്ലൈറ്റിലല്ലേ? പറ്റില്ല. ഇത്രയൊക്കെ ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ സിഖുകാരെ ട്രീറ്റ് ചെയ്യുന്ന രാജ്യത്തെക്കുറിച്ച് വിദേശത്ത് പോയി ഇയാൾ എന്ത് വർത്തമാനമാണ് സാറേ പറയുന്നത്? അതെ. അപ്പോൾ ഈ പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു അസുഖം, പണ്ടിത് ഈ അസുഖം കാണിച്ചിരുന്നത് CPM ആണ്. ചൈന ഇന്ത്യ വാർ നടക്കുന്ന സമയത്ത് അവർ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും എന്നൊക്കെ പറഞ്ഞ് EMSന്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരാണ് പിന്നെയും ക്ഷമിക്കാം. കള്ളമില്ലല്ലോ, പച്ചക്കള്ളമില്ലല്ലോ. അപ്പോൾ അതിപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ കേന്ദ്ര സർക്കാരിനോടുള്ള വിരോധം, ഇന്ത്യയോടുള്ള വിരോധം പോലെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു അമേരിക്കയിൽ. അവിടുത്തെ ഒരു ഇന്ത്യൻ ഡയസ്പൊര അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കയ്യിൽ വള ധരിക്കുന്നതിനും അതേപോലെ തലപ്പാവ് കെട്ടുന്നതിനും ഗുരുദ്വാരയിൽ പോകുന്നതിനും ഒക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയായി പോകാനാണ് സാധ്യത. അതേപോലെ ഈ വേറെ രാഷ്ട്രീയ സംവാദമൊക്കെ ഇപ്പോൾ കുറവാണ്. അല്ല, സമീപകാലത്ത് വേറൊന്നുണ്ടായി. ഡൽഹി ഹൈക്കോടതി മറ്റേ ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെയുള്ള കേസ്, കാരണം 4000-ഓളം സിഖുകാരെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജീവനോടെ കത്തിച്ച പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ എന്നോട് പറഞ്ഞു, അതായത് ദില്ലിയിൽ അന്ന് കോൺഗ്രസ്സുകാർ ദേശീയ പതാക ഉയർത്തുമായിരുന്നു ഇന്ദിരാഗാന്ധിയോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി. ദേശീയ പതാക ഉയർത്തത്, ദേശീയ പതാക താഴ്ത്തുമായിരുന്നു കെട്ടിയിരുന്നത്. ദേശീയ പതാകയും കോൺഗ്രസിൻ്റെയും കൊടി താഴ്ത്തുമായിരുന്നു ഇന്ദിരാഗാന്ധി മരിച്ചതോടെ. ഈ കൊടി താഴ്ത്തുമ്പോൾ കൊടിക്കാരൻ്റെ അങ്ങേയറ്റം ഉണ്ടല്ലോ, അവിടെ ഒരു സിഖുകാരൻ്റെ കത്തുന്ന ജഡം പൊങ്ങി വരുമായിരുന്നു. അങ്ങനെ ആളുകളെ കൂട്ടക്കൊല ചെയ്ത പാർട്ടിയാണ് രാഹുലിൻ്റെ കോൺഗ്രസ്. അതിൻ്റെ വിചാരണയിൽ ഇപ്പോൾ ടൈറ്റ്ലറെ വീണ്ടും അതിനകത്ത് ഇംപ്ലീഡ് ചെയ്യാൻ, വിചാരണ ചെയ്യാൻ കോടതി പറഞ്ഞിട്ട് 1 മാസമായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഒന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞതാണ്, സിഖുകാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്കറിയാലോ ഞങ്ങൾ ടർബൻ കിട്ടുന്നുണ്ടോ, വളയിടുന്നുണ്ടോ, ഗുരുദ്വാരയിൽ പോകുന്നുണ്ട്, സിഖുകാർക്കറിയാം. അതെ. അപ്പോൾ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുകയും ചെയ്തു. കുറേ സിഖുകാരൊക്കെ അദ്ദേഹത്തിൻ്റെ റെസിഡൻസിലേക്ക് മാർച്ച് ചെയ്തു ഈ കഴിഞ്ഞ ദിവസം. അത് തന്നെയല്ല, പലരും ഈ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഹർദീപ് എസ് പുരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി ഇപ്പോൾ മനുഷ്യരുടെ മനസ്സിൽ പോയിസൺ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് രാഹുൽ ഗാന്ധിയോട് ഒരു റിക്വസ്റ്റ് നടത്തി, നിങ്ങൾ ഒരു വർഷത്തെ പറ്റി ഒന്ന് ആലോചിക്കണം. 1984 എന്ന് പറഞ്ഞൊരു വർഷമുണ്ട്, ആ വർഷത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. ഞങ്ങൾക്ക്
എക്സിസ്റ്റൻഷ്യൽ ത്രട്ട് അനുഭവപ്പെട്ടത് അപ്പോഴാണ്. സിഖുകാരെ പിടിച്ചിട്ട് അവരുടെ കഴുത്തിൽ ടയർ കെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത സംഭവമൊക്കെ ഞങ്ങൾ അന്നത്തെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ എക്സിസ്റ്റൻഷ്യൽ ത്രട്ട് അനുഭവപ്പെട്ട സമയം അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ, സിഖുകാരെ പൊതുവിൽ ഹിന്ദുക്കൾ പൊതുവിൽ അവരെ സർദാർ എന്നൊക്കെ വിളിച്ച് അവരെക്കാൾ മെച്ചപ്പെട്ട രാജ്യത്തിൻ്റെ രക്ഷകർ എന്നുള്ള രീതിയിലാണ് സിഖുകാരെ വളരെയധികം കാലം ഈ ഗോൾഡൻ ടെമ്പിൾ പ്രോബ്ലം, അതെ, ഗോൾഡൻ ടെമ്പിൾ പ്രോബ്ലം വരുന്നവരെ എക്സ്ട്രാ റെസ്പെക്റ്റ് ആയിരുന്നു അവർക്ക്. അവരെ നമ്മുടെ സേവിയേഴ്സ് എന്നുള്ള രീതിയിൽ കാണുന്നൊരു ട്രഡീഷൻ ഇന്ത്യയിൽ മൊത്തം എല്ലാവരും അത് ആ കൺസിഡറേഷൻ അവർക്ക് കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗവും ഓർക്കണം, ഈ 1984 തന്നെ ഉള്ളതാണ്. വൻ മരങ്ങൾ വീഴുമ്പോൾ അടുത്തുള്ള ഭൂമിയൊക്കെ ഒന്ന് കുലുങ്ങും എന്ന് പറഞ്ഞ് ആ പ്രസംഗം അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞത് ആരാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞ് അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഉടനെ തന്നെ ന്യായീകരിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കാര്യം ഇതാരാണ് പറഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി ഒന്ന് ഓർത്ത് നോക്കണം എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം അദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർവേഷൻ എടുത്തു കളയേണ്ട സമയം വരുമ്പോൾ അതിന് റൈറ്റ് ടൈം ആയി തോന്നി കഴിഞ്ഞാൽ അത് എടുത്തു കളയാം. അതപ്പോൾ മായാവതി പറഞ്ഞിട്ടുണ്ട്, അതായത് ഭരണം കിട്ടാത്തപ്പോൾ കോൺഗ്രസ് എപ്പോഴും SC ST OBC എന്നൊക്കെ പറയും. ഭരണത്തിൽ കയറിയാൽ അവരുടെ അവകാശങ്ങൾ ഹനിച്ചു കളയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി വെറുതെ അല്ല, പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങൾ ഇയാളുടെ വിദേശത്ത് അമേരിക്കയിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് സംവരണം അവസാനിപ്പിക്കേണ്ട കാലമായി, സംവരണം അവസാനിപ്പിക്കണം, അതിൻ്റെ സമയമായില്ലെന്നേ ഉള്ളൂ, അവസാനിപ്പിക്കണം, അതാണ് കോൺഗ്രസിൻ്റെ നയമെന്ന് വിദേശത്ത് പറഞ്ഞിരിക്കുന്നു. ജാഗ്രത വേണമെന്ന് മായാവതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹർദീപ് എസ് പുരി പറഞ്ഞിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഈ റിസർവേഷനോടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ഈ റിസർവേഷനിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സംസാരം മുഴുവനും സംസാരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു ആർഗ്യുമെൻറ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഈ രാജ്യത്തിന് തീ കൊളുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം ഈ രാജ്യത്തിന് തീ കൊളുത്താനായിട്ട് മണ്ണെണ്ണയുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം മണ്ണെണ്ണയുമായിട്ട് നടക്കുന്ന വ്യക്തിയാണെന്നാണ് ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ഹർദീപ് എസ് പുരി, കേന്ദ്രമന്ത്രി, പെട്രോളിയം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം രാജ്യത്തെ കത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ വേറെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ മേന്മ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി നടത്തുന്നത് ഈ യൂണിറ്റി ഇല്ലാതാക്കാനാണ്. വാസ്തവത്തിൽ അവർക്ക് വേറെ ഈ പറഞ്ഞ സിഖുകാരോടൊന്നും യാതൊരു ലോഹ്യമില്ല, വെറുതെ ഇങ്ങനെ ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ രാഹുൽ ഗാന്ധിയുടെ ഫാമിലി അധികാരത്തിലിരിക്കുമ്പോഴായിരുന്നു എന്നാണ് ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണമായത് ഈ പറഞ്ഞ ഈ ടർബൻ്റെ കാര്യം പറഞ്ഞതും, അതേപോലെ റിസർവേഷൻ സ്ക്രാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതും, പിന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഫിയർ ഈസ് ഔട്ട്, ഈ തവണത്തെ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഫിയർ എല്ലാം പോയി, ഇപ്പോൾ ആർക്കും പേടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടെ പ്രസംഗിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, RSSന് ഇന്ത്യയെ പറ്റി ഉള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പല മതങ്ങളെയും പല രീതിയിലാണ് കാണുന്നത്. അവർക്ക് ചില മതങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചില മതങ്ങൾ ഇമ്പോർട്ടൻ്റ് ഇല്ല. അതേപോലെ ചില സ്റ്റേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചില സ്റ്റേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെല്ലാത്തിനും കണക്കിന് മറുപടി പറഞ്ഞ് ഹർദീപ് സിംഗ് പുരി, കേന്ദ്രമന്ത്രി, പെട്രോളിയം മന്ത്രി, രാഹുൽ ഗാന്ധിക്ക് വേണ്ട പോലെ മറുപടി പറഞ്ഞു. രാഹുൽ മറ്റൊന്നും പറഞ്ഞു, RSSും BJPയും മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം അത് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല, സ്ത്രീകൾ പുറത്തിറങ്ങരുത്, സ്ത്രീകൾ ശബ്ദിക്കരുത്, സ്ത്രീകൾ പൊതുരംഗം ഇടപെടരുത്, അതാണ് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ അങ്ങ് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആക്കി മാറ്റുന്നു. അത് നമ്മുടെ നാട്ടിൽ താലിബാനിലെ പോലെ ഇന്ത്യയിൽ സ്ത്രീകളെ പുറത്തിറക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അവർ ഉറക്കത്തിൽ ഉച്ചയിൽ സംസാരിക്കാറില്ല, അവർക്ക് അധികാര സ്ഥാപനങ്ങളും ഒന്നുമില്ല. അങ്ങനെയാണല്ലോ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ പറ്റിക്കാനാണ് ഇദ്ദേഹം കരുതുന്നത്? അമേരിക്കയിൽ ഇരുന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആളുകൾ കേൾക്കും, പരിഹസിക്കും, തിരിച്ചറിയുന്നൊന്നും ഇദ്ദേഹം മനസ്സിലാവുന്നില്ലേ? അതോ ഞാൻ ആദ്യം പറഞ്ഞ ആ പദത്തിന് സർവ്വതാ യോഗ്യനായതുകൊണ്ടാണോ? എന്തായാലും രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ആലോചിച്ചിട്ടൊന്ന് സംസാരിക്കേണ്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് തന്നെയല്ല നമ്മുടെ ഇന്ത്യയുടെയും ഡിഗ്നിറ്റി പോകാണല്ലോ. ഇവിടുത്തെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതെ അതെ, താലിബാൻ പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള വിരോധം, കേന്ദ്രത്തോടുള്ള വിരോധം രാജ്യത്തോടുള്ള വിരോധമാക്കി കാണിച്ച് സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇതുകൊണ്ട്
നമ്മൾ ഇന്ത്യയെ തന്നെ താഴ്ത്തിക്കിട്ടാണ് പൊതുജനമധ്യത്തിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മൂമ്മയും അവരുടെ അച്ഛനും ഒക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നു. അവരാരും വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൽ സംസാരിച്ചിട്ടേ ഇല്ല. ഇല്ല അത് തന്നെയല്ല, ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് അപ്പം തന്നെ മറുപടി പറയായിരുന്നു. എന്തെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തക്ക മറുപടി പറഞ്ഞ് ആൾക്കാരെ ദേ വുഡ് ബി കട്ട് സൈസ്. അതായിരുന്നു അല്ല, ഒരു ഇന്റർവ്യൂ കണ്ടില്ലേ, ഒരു മാധ്യമലേഖ, അതിൻ്റെ പേര് ഞാൻ മറന്നു ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നു. രാഹുൽ ഇന്ത്യ മുന്നണിയല്ല, ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് BJPയുടെ നാറേറ്റീവാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അലയൻസ്, ഇന്ത്യ അലയൻസ് ആണ്. അപ്പോൾ എ മീൻസ് ഇന്ത്യ കഴിഞ്ഞിട്ട് എ അലയൻസ് അല്ലേ? അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോഴത്തേക്ക് അലയൻസ് ആയല്ലോ. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോരെ, ഇന്ത്യ എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ പിന്നെ അത് റിഡൻഡന്റ് ആയെന്ന്. അതെ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രസവ മുറി എന്ന് പറയുന്ന പോലെ. ഏതായാലും രാഹുൽ ഗാന്ധി ഈ വളർന്നു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വളർച്ച പടവലങ്ങിയ പോലെയാണ്. ബാലക ബുദ്ധി എന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി പറഞ്ഞത് കൃത്യമാണ്. ഈ പ്രസംഗം ശരിക്കും ബാലക് ബുദ്ധിയുടെ ഒരു എക്സാമ്പിളായി. അതെ, സൂക്ഷിച്ച് ചെയ്യണമായിരുന്നു. ഈ അവിടെ ചെന്ന് ചിലപ്പോൾ വല്ലതൊക്കെ അടിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും, ദൈവത്തിനറിയാം. അമേരിക്കയിലല്ലേ. എന്തായാലും പ്രതിപക്ഷ നേതാവ് നടത്തിയ അമേരിക്കൻ സന്ദർശനം കൊണ്ട് അദ്ദേഹം കൂടുതൽ എക്സ്പോസ്ഡായി. അദ്ദേഹം രാജ്യവിരുദ്ധനാണെന്നും നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കാര്യമായ ഒരു ബോധവുമില്ലെന്നും ഒരിക്കൽ കൂടി വ്യക്തമായി. അതെ, അടിവരയിട്ട് പ്രഖ്യാപിച്ചു.